ഹേയ് ഗായ്സ്, നമുക്കൊരു അനദർ വ്ളോഗിലേക്ക് പോവാം സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വൈശാഖും കൂടി നേരെ പോകുന്നത് ദുബായിക്കാണ്. ദുബായിൽ പോയിട്ട് അവിടുന്ന് നേരെ റാസൽ ഗെയിമയിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേ കണക്ക് ബെല്ലൈക്കൺ അമർത്തുക, അതേ കണക്ക് കമൻറ്റ് വിടുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മാത്രമേ എനിക്ക് ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗായ്സ്, നമ്മൾ 3 പേരും കൂടി നമ്മൾ നേരെ വിനീഷേണ്ണും വിനീഷേൻ്റെ വൈഫിനെ ഒന്ന് കാണാൻ പോവുകയാണ്. ഞാനും വൈശാണ്ണും പിന്നെ ഭാനുമതി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ റാസൽ ഗെയിമിൽ പോവും. പുതുപ്പെണ്ണും പുതു ചെറുക്കനുമാണ്. അവർ കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നതാണ്. അപ്പം നമ്മൾ കല്യാണത്തിനൊന്നും നമുക്ക് കൂടാൻ പറ്റിയില്ല, നമ്മൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയെയും ഒന്ന് കാണുക, അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ റാസൽ ഗെയിമയിലേക്ക് പോവാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ്, നമ്മൾ വീടെത്തിരിക്കുകയാണ്. പോകുന്നു ഭാനുമതി. ഓക്കെ, നല്ല സ്ഥലം കേട്ടാ അവര് അല്ലേ, അടിപൊളി പച്ചപ്പൊക്കെ ഉള്ള ഒരു വൈബേര് അല്ലേ. ഏകദേശം ഒരു നാടിൻ്റെ ഫീലുണ്ട് നമുക്ക്. നമ്മളവിടെ ഇതൊന്നുമില്ല. ഇതാണ് പറഞ്ഞത് ഡ്രൈനേജ് പൊട്ടി കിടക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ വന്ന് ഒരുപാട് യാത്ര ചെയ്ത് ഇവിടെ എത്തി. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് അവർ ചോറുണ്ടാക്കുന്നുണ്ട്, നല്ല നാടൻ കോഴിക്കറിയുണ്ട്. അതിനിടയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു നല്ല പയറ് മെഴുക്ക് വരട്ടി, തോരൻ മെഴുക്ക് വരട്ടി, പിന്നെ നാടൻ കോഴിക്കറി. പിന്നെ നമ്മളെ കുട്ടി അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വായി തുറന്ന് നോക്കുന്നു. ഇതൊന്നും കട്ടാവൊന്നും ഇല്ലടേ. രണ്ടും കൂടിയുള്ള അടിയാണ്. പിണങ്ങി പോയിരിക്കുകയാണ്. സക്സസ്ഫുൾ സാപ്പാട് ആണോ? എനിക്ക് വേണോ? അകച്ചുണ്ടെന്ന് ഇതെല്ലാം എവിടെ ഉണ്ടോ? അവിടെ തന്നെ. ആ, തൊട്ടടുത്ത് പട്ടിരാവില്ല. ഇത് നമ്മളെ എനിക്കറിയാം. ലവക്ക് പെണ്ണാണോ വന്നാണ് നിൽക്കണ്. നമുക്ക് ഇനി തിന്നാനുള്ളത് ഇവിടെ ഇരി. എവിടെ ഫോണ്? ഫോണ് അവിടെ ആരും ഇല്ല. അധികം ആരും ഇല്ല അവിടെ. ഇങ്ങോട്ട് വാ. ഇതൊക്കെ എന്ത് സൗകര്യമാണ്. ഇവർക്ക് അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താലേ.
അങ്ങനെ നമ്മള് കുറച്ചൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ആയില്ല, ഫുഡൊക്കെ റെഡി ആവണേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണം. 3 മണിയായി അല്ലേ? 3 മണി കഴിഞ്ഞു. ഓ മൈ ഗോഡ്. ഞാനും കൺകൾ ഏറെന്റാൽ നിൻ കൺകൾ ഏറെന്റാൽ. നമ്മളിങ്ങനെ ആകാശമാകെ എന്നും പറഞ്ഞങ്ങ് പോവുക. എടേ നിങ്ങൾ അങ്ങോട്ട് പോണാ? എനിക്കറിഞ്ഞൂടാ. എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല. കടകൾ കാണാൻ വേണ്ടി അങ്ങ് വരെ വന്നേ. പിന്നെ നിങ്ങള് പോയിട്ട് വാ. പിന്നെ ഞാൻ വണ്ടിയൊക്കെ തുടച്ചിടാ. എന്റെ ഞാൻ വണ്ടി കഴുകായിരുന്നു. അപ്പൊ ഒന്നുകൂടി തുടയ്ക്കണം. അങ്ങ് പോയിട്ട് പൊടിയടിച്ച് പോകലല്ലേ. ക്യൂട്ട് വണ്ടിയല്ലേ എന്റെ? എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മള് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, കാണാൻ വാവുവാണ്, കഴിക്കുമ്പോൾ അറിയാം അങ്ങനെ ഉണ്ടാവും. ഇതാരാ ഉണ്ടാക്കിയ? നിങ്ങളല്ലേ? ഇനിയൊരു അടുത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരാം. രണ്ടുപേരെ ഒരുമിച്ച് ഇവിടെ നിർത്തിയല്ലോ. അതെന്താ അങ്ങനെ ഒരു ബ്ലഡി ടോക്ക്? ചെക്കൻ എന്താ കുഴപ്പം? സുന്ദരനും സമസനും ആയിട്ടുള്ള ബ്രില്യൻ മാൻ. എന്താ കുഴപ്പം? ശരിയായിക്കോ. അല്ല അല്ല ഇവരിവിടെ അതിയായ വർത്താനത്തിലാണ്, വീഡിയോ കോളിലാണ്. സുഹൃത്തുക്കളെ, എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ആകെ ഒരു 10-200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. നിങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബർ കിട്ടും. നിങ്ങൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാകും. അപ്പൊ ഇവന് കാണുമ്പോഴേ ഭ്രാന്തനാന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് മീനൊന്ന് പൊരിക്കാറുണ്ട്. ഇത് സെറ്റാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. സലാഡ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത്. ചിക്കൻ കറി. ഇതെന്താ താന പൊരിച്ചതാ? ഓ മൈ ഗോഡ്, ഫിഷ് ഫ്രൈ. ഇവിടെ ഞാൻ സൈഡിൽ ഇരിക്കാം. നിങ്ങളെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലേ? വിശപ്പില്ലാന്ന് തോന്നുന്നു. എല്ലാം നാടൻ കോഴിക്കറി, മീനച്ചാറ്, തോരൻ, പയറ് തോരൻ, വെളുത്തുള്ളി അച്ചാറ്, സെറ്റ്. കുറച്ച് കഴിക്കും. മോനെ പൊളി ചിക്കൻ കറി. ചിക്കൻ കറി സൂപ്പർ കേട്ടാ അല്ലേ? അടിപൊളി അല്ലേ? അപ്പൊ ഗൈസ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു സ്ലീപ്പിംഗ് മോഡ് ഓൺ ആവും. ഇപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ഉറക്കം വരും, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ച് ഫുഡൊക്കെ ബാക്കി വന്നിട്ട് ഒരുപാട് കറിയെല്ലാം കൂടുതലായിരുന്നു. എന്നിട്ട്
അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.